വെൽക്കം ടു അമ്മുനെ വ്ളോഗ്സ്. അമ്മുനെ വ്ളോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എന്താണ്, ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ബേബി ബോയ് ആണ്. അപ്പോൾ പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി അറിയുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സി സെക്ഷൻ എക്സ്പീരിയൻസ് എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. അതുപോലെ തന്നെ എത്ര എനിക്ക് കോസ്റ്റൊക്കെ എന്നുള്ളൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം എന്താണ്, ഇനി 2-3 വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഫോണൊന്ന് മാറ്റി. ഫോണ് ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇടാനും അപ്ലോഡ് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. സി സെക്ഷൻ എക്സ്പീരിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ പറയുന്നൊരു കാര്യം, ആരാണെന്നൊന്നും പറയണം, ചില ആൾക്കാർ പറയുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിസേറിയൻ അല്ല, എന്ത് പെയിനാണ് അതിനുള്ളത്, മരുന്ന് കുത്തി അനസ്തേഷ്യ തന്നിട്ടല്ലേ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യണം, നിങ്ങൾക്ക് എന്ത് പെയിൻ അറിയുന്നു, നോർമലി പ്രസവിക്കുന്നവരല്ലേ പെയിൻ അറിയുന്നുള്ളൂ, കുത്തി വെച്ച് പഴിപ്പിക്കുന്ന മാതിരിയുടെ കുട്ടികളെ പ്രസവിക്കണമെന്നൊക്കെ എൻ്റെ കേക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അല്ലാതെ ഞാൻ അറിയാതെ കുട്ടിക്കുന്നവരുണ്ട്. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഏട്ടൻ വന്നായിരുന്നത് എന്താണ് അങ്ങനെ പറയുന്നവരുണ്ട്. ഇത് അനുഭവിച്ചവർക്ക് അറിയത്തുള്ളൂ എത്രത്തോളം പെയിനാണെന്ന്. നോർമലി പ്രസവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസവിച്ച് ഓൺ ദ സ്പോട്ടിലെ പെയിനേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ആ പെയിൻ കഴിഞ്ഞ് അവർക്ക് ലൈഫ് ലോങ് പെയിൻ ഇല്ല. പക്ഷേ സി സെക്ഷൻ എന്ന് പറയുന്നത് അവരതിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന എന്താ പറയുക വേദനകൾ എന്താണെന്ന് അറിയണമെങ്കിൽ അത് അനുഭവിച്ചവർക്ക് അറിയത്തുള്ളൂ. പുറത്തുനിന്നുള്ളവർക്ക് എന്തും പറയാം, വേദനയില്ല. പിന്നെ അതുപോലെ തന്നെ ഓരോരുത്തർ പറയണ കേട്ടോ, എൻ്റെ അനുഭവത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ചിലർ അവൾക്ക് പ്രസവിച്ചപ്പോൾ അവൾക്ക് വേദന എടുത്തില്ലല്ലോ, നിനക്ക് എന്താ വേദന എടുക്കണേന്ന്. അവളെ മുറിക്കുമ്പോൾ ചിലപ്പോൾ ചോര വരില്ല, അവൾക്ക് ബ്ലഡ് ഇല്ലെങ്കിൽ ചോര വരില്ല. പക്ഷെ എന്നെ മുറിക്കുമ്പോൾ ചിലപ്പോൾ ബ്ലഡ് കൂടുതൽ വന്നേക്കാം. അതൊക്കെ ഓരോരുത്തർ ബോഡി ലാംഗ്വേജ് അനുസരിച്ചാണ്. എനിക്ക് തടിയുണ്ട്, അവൾക്ക് തടിയില്ല. അപ്പോൾ ആ തടിയില്ലാത്ത കുട്ടികൾക്ക് സിസേറിയൻ ചെയ്യുമ്പോൾ വയറ് തൂങ്ങുന്നൊരു പ്രശ്നം വരുന്നില്ല. വയറുള്ളവർക്ക് സിസേറിയൻ ചെയ്യുമ്പോൾ മേ ബി എന്തായാലും പെയിൻ ഉണ്ടാവും വയറ് തൂങ്ങുമ്പോൾ. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് കൂടെ നിൽക്കുന്നവർ കണ്ടറിഞ്ഞ് നിൽക്കാൻ പഠിക്കണം. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് വർത്താനം പറയാൻ നിൽക്കണം. ഇതൊന്നും അറിയാൻ പറ്റാത്തവർ ഇത് കഴിഞ്ഞ് നമ്മൾ എനിക്ക് നടക്കുമ്പോൾ, എനിക്ക് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആദ്യം വെച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ആദ്യം വെച്ചിട്ട് ഞാൻ റൂമിൽ വന്നതിന് ശേഷം എൻ്റെ ഭർത്താവിനോട് ഉൾപ്പെടെ ഓരോരുത്തർ പറഞ്ഞു വെച്ചത്, എന്ത് വേദന, അവർക്ക് വേദന എടുത്തില്ല, അതുകൊണ്ട് അവർക്കും വേദനയില്ല, എന്ത് വേദന വരാനാ സിസേറിയൻ ചെയ്താൽ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളൊന്ന് പോയിട്ട് സിസേറിയൻ ചെയ്ത് നോക്കിയിട്ട് വർത്താനം പറയാം, എന്നിട്ട് വർത്താനം പറഞ്ഞു നോക്കി. അപ്പോൾ അറിയാം അതിൻ്റെ പെയിൻ എന്താണ്. ദൈവം കടാശിച്ച് എൻ്റെ മോനെ പ്രസവിച്ചപ്പോൾ ആദ്യം പ്രസവിച്ച സമയത്ത് കുറച്ച് പെയിൻ എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ എൻ്റെ ഏട്ടൻ അത് വിശ്വസിച്ച് ഓരോരുത്തരുടെ വാക്ക് കേട്ടിട്ട്. പിന്നീട് ഏട്ടൻ്റെ സുഹൃത്ത് ഏട്ടനെ പറഞ്ഞ് വീഡിയോ കാണിച്ചു കൊടുത്തു സിസേറിയൻ എന്താണ്. എല്ലാവരും വിചാരം ഈ കീറിയ കുട്ടീനെ ഇങ്ങനെ കിട്ടുമെന്ന് നോക്കാം. അങ്ങനെ കിട്ടത്തൊന്നുമില്ല. ഇവിടെ ഓരോ അറകൾ കീറിയിട്ട് ആ അറകൾ അങ്ങനെ എന്തോ കീറിയിട്ടാണ് കുട്ടീനെ പുറത്തെടുക്കുന്നത്. മനസ്സിലായോ? അത് ചെയ്ത് നോക്കി എക്സ്പീരിയൻസ് ചെയ്തവർക്ക് അതിൻ്റെ വേദന അറിയത്തുള്ളൂ. ഇത് കഴിഞ്ഞവർക്ക് ശരിക്കും ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കുന്നത് സിസേറിയൻ പെണ്ണുങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പെയിൻഫുള്ളായി അനുഭവിക്കുന്നത് എന്ന് ഞാൻ പറയും. എന്ന് വെച്ചാൽ അത് അനുഭവിച്ചവർക്ക് അറിയത്തുള്ളൂ. അനസ്തേഷ്യ തരുമ്പോൾ ചിലപ്പോൾ അനസ്തേഷ്യ കുത്തുമ്പോൾ റെഡിയാവില്ല, പിന്നെയും കുത്തും, വളച്ചിട്ടാണ് കുത്തുന്നത്. അത് പിന്നെയും കുത്തി പിന്നെയും ശരിയായിട്ട് കിട്ടിയതാണ്. അപ്പം എത്ര വേദന അതിനുള്ളിൽ തിന്നേണ്ടെന്ന് ആ അനുഭവിച്ചവർക്ക് അതിനെക്കുറിച്ച് അറിയത്തുള്ളൂ. പുറത്തുള്ളവർക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ എന്ന് പറയണ. അപ്പോൾ ആദ്യത്തെ സമയത്ത് ഞാൻ കുറേ അനുഭവിച്ചതാണ്. പക്ഷേ ഈ സമയത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും ഇവരെല്ലാം ഉണ്ടാകുന്ന 2-3 പേര് മാത്രം ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ല. വെച്ച് ഏട്ടനോട് പറഞ്ഞു കൊടുക്കാനായിരുന്നല്ലോ. ഏട്ടൻ നല്ല മോറൽ സപ്പോർട്ടായിട്ട് ശരിക്കും ഞാൻ ഒരു ലൈഫിൽ പ്രഗ്നൻസിയിൽ കൂടുതൽ ഏട്ടൻ എന്നെ കെയർ ചെയ്തത് ഈ പ്രാവശ്യം കേട്ടോ. അപ്പോൾ എന്താ പറയുക, അവനെ പ്രസവിക്കാനായിട്ട് ഞാൻ 5-ാം തീയതി അഡ്മിറ്റായി. ഇക്ര ഇൻ്റർനാഷണൽ ഹോസ്പിറ്റലായിരുന്നു. ജൂലൈ 5-ന് അഡ്മിറ്റായി. 5-ന് ഡോക്ടർ ചെയ്യാമെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ നോക്കുമ്പോൾ റൂമില്ല, എനിക്ക് റൂമില്ലാതെ പറ്റില്ല. കാര്യം എനിക്ക് എൻ്റെ മോനുണ്ട്, ആദ്യമുണ്ട്. അപ്പോൾ
കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന റൂം തന്നെ വേണം. വാർഡ് അവിടെ എപ്പോൾ വേണമെങ്കിലും കിട്ടുന്നു, വാർഡ് കിട്ടിയിട്ട് കാര്യമില്ല. അങ്ങനെ റൂം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ബുക്ക് ചെയ്തിട്ടു, 1 മാസം മുമ്പ് ബുക്ക് ചെയ്തിട്ടു. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഗർഭാശയത്തിൽ വെള്ളം നിറഞ്ഞിരുന്നു. അപ്പോൾ കുട്ടിക്ക് വെയിറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 3 എത്രയെന്തോ ആയിരുന്നു അന്ന്, 1 മാസം മുമ്പ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇനി വേഗം വെച്ചിട്ട് നമുക്ക് വേഗം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3,180 എൻ്റെ ബെർത്ത് വെയിറ്റ്. അപ്പോൾ അന്ന് എന്താ പറയുക, 5-ാം തീയതി അഡ്മിറ്റായി. 5-ാം തീയതി മീൻസ് സാറ്റർഡേ, സൺഡേ 6-ാം തീയതി അങ്ങനെ എന്തുവാണ്, മുഹറത്തിൻ്റെ അങ്ങനെ എന്തുവാണ് 6. 7-ാം തീയതി ഏർലി മോർണിംഗ് 8:30 8:40 സിസറിങ് കഴിഞ്ഞു. അപ്പോഴേക്ക് രാവിലെ വന്ന് സിസ്റ്റർ പറഞ്ഞു റെഡിയായി നിൽക്കണം, മാറ്റി നിൽക്കണം. ഞാൻ മാറ്റി നിന്നു. ഞാനത് ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, കാര്യം എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പോയി കയറി ചെയ്തു. ബിനിത മാമായിരുന്നു ചെയ്ത്. അനസ്തേഷ്യ തരാൻ നേരത്ത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അനസ്തേഷ്യ പറഞ്ഞ മാതിരി അവിടെ നിന്നിരുന്ന് ഡോക്ടർ 1-2-3 ദിവസം എനിക്ക് അനസ്തേഷ്യ റെഡിയായില്ല. 4-ാമത്തേൽ റെഡിയായി. സിസേറിയൻ കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ശ്വാസം കിട്ടാതൊക്കെ പോയി. ടെൻഷൻ കൊണ്ടിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഞാൻ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ മനസ്സുകൊണ്ടറിയാം നമുക്ക് നമ്മൾ തന്നെ ഉള്ളൂ. ബട്ട് അവന് ആദ്യം ഇങ്ങനെ അതൊക്കെ വാങ്ങാൻ പോകുമ്പോൾ അവൻ ചേച്ചിയുടെ അടുത്ത് നിൽക്കുമോ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ നിൽക്കുമോ എന്തൊക്കെയാണ് അവൻ്റെ കാര്യത്തിനാണ് എനിക്ക് ടെൻഷൻ. ആദ്യത്തെ കാര്യം നല്ല ടെൻഷനായിരുന്നു, അവൻ്റെ കൈ വിട്ട് ഓടിപ്പോവോ അങ്ങനെയൊക്കെയുള്ള ടെൻഷൻസായിരുന്നു എനിക്ക്. അങ്ങനെ അത് കഴിഞ്ഞ് സിസേറിയൻ കഴിഞ്ഞ് ഓക്കെ ഡോക്ടർ പറഞ്ഞു ബേബി ബോയ് ആണ്, ബർത്ത് വെയിറ്റ് 3 ഞാൻ പറഞ്ഞില്ലേ 182, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അത് കേട്ടപ്പോൾ സമാധാനം. പിന്നെ സ്റ്റിച്ച് ഇടാൻ നേരത്ത് ഓവർ ബ്ലീഡിങ്. അപ്പോൾ ബ്ലഡ് കുറവെന്ന് എനിക്ക് മാതൃകാലൊക്കെ കുറേ കഴിച്ചതുകൊണ്ടാണോ എന്നൊക്കെ ഓവർ ബ്ലീഡിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ടൈമൊക്കെ എടുക്കും. അപ്പോൾ ഞാൻ 1 ഹവറോളം അങ്ങനെ പോയി. അതിൻ്റെ ഉള്ളിൽ കുറച്ച് വേദനകളൊക്കെ തിന്ന് ഞാൻ പുറത്തോട്ട് വന്നു. ഏട്ടനെ കണ്ടു. എന്നെ കണ്ടില്ല കേട്ടോ, എന്നെ കണ്ടത് അപ്പോൾ റൂമിൻ്റെ ഉള്ളിൽ കയറിയത് എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ കയറി കണ്ടു, വാച്ചിനെ കണ്ട് എല്ലാം കഴിഞ്ഞ് ഫീഡ് ചെയ്തു. ആദ്യയുടെ മാതിരി അല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്നെ ഐ സിയിലോട്ട് മാറ്റിയിട്ട് ജസ്റ്റ് കാപ്പിയും ബിസ്ക്കറ്റും ഷുഗർ ഉണ്ടായിരുന്നു. ഷുഗർ കുറയാനുള്ള ഷുഗർലെസ് ബിസ്ക്കറ്റ് കൊണ്ടുവന്ന് അതും കാപ്പിയും കൊണ്ടുവന്ന് ഏട്ടൻ തന്നു. ഏട്ടൻ തന്നെയല്ലായിരുന്നത്, അതാണ് നിൽക്കണ എയ്ഡ്സിന് ഞങ്ങളുടെ ഹോം നേഴ്സിന് കൊടുത്തുകൂടായിരുന്നു. അത് കൊണ്ടു തന്നു, കഴിച്ചു, പാല് ഫീഡ് ചെയ്യിച്ചു. ആദ്യയുടെ മാതിരിയല്ല ഈ പാല് കുടിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല ആദ്യം പ്രസവ സമയത്ത് അവിടെ നിന്ന് പൊടി കൊടുത്താണ്. ഇവിടെ പൊടിയൊന്നും കൊടുക്കാത്തതുകൊണ്ട് ഡയറക്റ്റും ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞു. ഞാൻ നേരെ വിസിറ്റിംഗ് ടൈം കിട്ടിയപ്പോൾ ഏട്ടനെ കണ്ടപ്പോഴാണ് സ്റ്റാഫ് ഞാൻ ചോദിച്ചേട്ടൻ ഇങ്ങനെ കണ്ടില്ലേ, ഏട്ടനെ ഹാപ്പി അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. സർവേശ്വരൻ നമുക്ക് 2 ആൺമക്കളെ തന്നില്ലേ, അങ്ങനെ തണലായിട്ട് എന്നോളം നിനക്ക് ഞാനില്ലെങ്കിലും നിനക്ക് എന്താ പറയുക താങ്ങും തണലായ 2 ആൺമക്കൾ എന്നിൻ്റെ ഇടതും വലുതും അത് അങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് ഏട്ടൻ്റെ മുഖത്ത് സന്തോഷവും സങ്കടവും എൻ്റെ കണ്ണിൽ സങ്കടമൊക്കെ ഉണ്ടായിരുന്നൊരു നിമിഷമായിരുന്നത്. എത്ര പ്രസവിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു എന്താ പറയുക മൂമെൻറ്റ്സിന് വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു മൂമെൻ്റായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് റൂമിൽ ചെന്നു. ഒരു ഇത്ര മണിക്കൂർ പണ്ടത്തെ ഒരു ഐസിയിൽ അങ്ങനെ എടുക്കും, 1 മണിക്കൂർ കഴിഞ്ഞ് റൂമിലോട്ടാക്കി റൂമിൽ ചെന്നു. അല്ല അതിനൊന്നും ഇങ്ങനെ നടത്തിക്കാൻ നോക്കും. കുറച്ച് വേദനയെല്ലാം നടന്നു. അടിവയറുള്ളതുകൊണ്ട് തടിയാണ് നന്നായി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അടിവയറുള്ളത് കുറച്ച് പെയിൻ ഉണ്ടായിരുന്നു. അതെല്ലാം നടന്നു. റൂമിൽ ചെന്ന് കുഴപ്പമില്ലായിരുന്നു. പിറ്റേന്ന് തന്നെ ഡിസ്ചാർജ് ആയിട്ടോ. 2 ദിവസത്തിനുള്ളിൽ ഇപ്പോൾ സിസേറിയന് ഹോസ്പിറ്റലിൽ കിടക്കുന്നില്ല, ഇക്രയിലിട്ടോ. ഇനി ബാക്കിയുള്ളടത്ത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഡിസ്ചാർജ് അങ്ങനെയായിരുന്നു എൻ്റെ സെക്ഷൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ആർക്കും ഇല്ലെങ്കിലും നമ്മളുണ്ടെങ്കിൽ നമുക്ക് ആരില്ല, നമുക്ക് നമ്മൾ എഴുന്നേറ്റ് നടക്കണമെന്ന് തോന്നിയാൽ ഞാൻ വെച്ചു. പെയിനൊന്നും നമുക്കൊന്നല്ല. നടുവേദന എന്തായാലും കുറേ കഴിയുമ്പോൾ നല്ല അനുഭവിക്കേണ്ടി വരും. പക്ഷെ
ദൈവം കഴിച്ചിപ്പിക്ക് സർവ്വ ആരോഗ്യമുണ്ട്. അങ്ങനെ മക്കളെ രണ്ടെണ്ണത്തിനും വളർത്താനുള്ള ആരോഗ്യം ദൈവം തന്നിട്ടുണ്ട്. അങ്ങനെയായിരുന്നു സി സെക്ഷൻ എക്സ്പീരിയൻസ് കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബില്ല് വന്നത് 1,00,000 അടുക്കായിരുന്നു. 1,00,000 ബില്ല് വന്നത്. 75 അങ്ങനെ എന്തോ ഇത്രയിൽ വന്നേക്കുന്നു. കൂടാതെ ഫുഡും ഒക്കെ കൂടിയിട്ട് 1,00,000 അടുക്കായിട്ടുണ്ട് എനിക്ക് ബില്ല്. ഒരെണ്ണം വാങ്ങണം പിടിക്കുന്നതിനൊക്കെ റേറ്റ് ഉണ്ടല്ലോ. അങ്ങനെ എല്ലാം കൂടി 1,00,000 അടുക്കായിട്ടുണ്ട്. എന്തായാലും എല്ലാം എന്താ എല്ലാവരും പ്രാർത്ഥന പ്രകാരം എന്നെ സ്നേഹിക്കുന്നവരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കൊക്കെയാണ് നമ്മൾ പറയുന്നത്. എന്തായാലും ഹാപ്പി ആയിട്ട് പോകുന്നു. വാവ വന്നിട്ട് സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ ഏട്ടൻ കുറച്ച് എന്താ പറയുക, മക്കൾ രണ്ടും എനിക്ക് ദൈവം കടാക്ഷിച്ച് രണ്ട് മക്കൾ സഹകരിക്കുന്ന മക്കളെ എനിക്ക് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇവിടെയും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഏട്ടനും എന്താ പറയുക, പണ്ടത്തെക്കാൾ എത്രയും ബെറ്ററാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഏട്ടനും എനിക്ക് കംഫർട്ടബിളായ ഒരു ഹസ്ബൻഡാണ്. അപ്പോൾ ഏട്ടൻ കുറേ നോക്കിയൊക്കെ ചെയ്യും. പാൽ കൊടുക്കാനൊക്കെ എനിക്ക് ഇങ്ങനെ പൊടി കൊടുക്കുന്നുണ്ട് ഡെയിലി 1-2 നേരം. ബാക്കി ഫീഡിങ് രണ്ടും മാറ്റി പിടിച്ച് പോകണം. അപ്പോൾ വെയിറ്റ് ഇത്തിരി കുറഞ്ഞായിരുന്നേ. അപ്പോൾ രണ്ടും മാറ്റി പിടിച്ച് പോകുന്നുണ്ട്. ഏട്ടന് എന്താ പറയുക കൊടുക്കും. പിന്നെ ഗ്യാസ് തട്ടാനൊക്കെ ഏട്ടൻ പേടിയാണ്. പിന്നെ കാര്യങ്ങളൊക്കെ ആസ് യൂഷ്വൽ വീട്ടിലെ പോലെ എല്ലാം ഇങ്ങനെ കണ്ടിന്യൂ ആയിരിക്കും. പിന്നെ ആദ്യമുണ്ട് ഇപ്പോൾ നൈറ്റ് ഇപ്പോൾ സമയം 8 മണിക്ക് ആയിട്ടുണ്ടാവും ടൈമിങ്ങിൽ. ഇപ്പോൾ ആദ്യം എല്ലാം അവിടെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിരിക്കുന്നു വാവക്കുള്ളത് നൈറ്റ് എടുക്കാനുള്ളത്. അങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. അപ്പോൾ എല്ലാവരോടും നന്ദി പറയുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.